ഹലോ നൈസ്. ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ കണ്ണ് തള്ളിയതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാത്ത സ്ഥിതിക്ക് പുതിയ പുതിയ ഐഡിയാസുമായും ഷെയർ ചെയ്യാൻ തരാതിരുന്ന സ്ഥിതിക്ക് ഞാൻ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലുമായിരിക്കും ഇനി ഞാൻ വരാൻ പോകുന്നത്. അവതാര പേരുടെ മുഴുവൻ ഔദര ഭാവങ്ങളും നിറഞ്ഞ ഇനി ആ മൂത്രയ്ക്ക് ഇനി ഒരേ ഒരു പേരെ കാണത്തുള്ളൂ, ഷെഫ് ഡെന്നി. നിങ്ങൾ പേടിച്ചില്ലേ? നിങ്ങൾ പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഈ സലാബയും പച്ചമുളകുമായിട്ടുള്ള പരിപാടിയാണ്. ഒത്തിരി ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ. ഏത് പൊടി കുഞ്ഞിനും വീട്ടിൽ ഹീറോ ആകാൻ പറ്റുന്ന കാര്യമാണ്. അതെല്ലാം പോട്ടെ, എൻ്റെ തലയിൽ ഈ തുപ്പിക്കുത്തി എങ്ങനെയുണ്ട് ഞാനായിട്ട് കണ്ടുപിടിച്ചാണ്. ഞാനൊരു സലാബയും കൂടെ എടുത്തുകൊണ്ട് വരാൻ കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിച്ച സലാബ് ഇതാണ്. പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്, അതങ്ങോട്ട് ഉരുണ്ടുപോയ സൈസ്. ഇനി അത് പോയി എടുക്കണം. എന്നാലും ഈ സലാബയും ഉരുണ്ടുപോയ സലാബയായിട്ട് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. പിന്നെ പച്ചമുളക് ഇത്രയും വേണ്ട കേട്ടോ, ഞാനൊരു ഗുമ്മിന് വേണ്ടി എടുത്തതാണ്. ആകെപ്പാടെ ഒരു പച്ചമുളക് മതി. അപ്പം ഇത് കണ്ടോ, ഈ സലാബയും ആ ഉരുണ്ടുപോയ സലാബയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ഇത് നല്ലൊരു വൃത്തിയുള്ള പാത്രത്തെ എടുക്കാം. കണ്ടോ, ഈ പാത്രത്തെ എടുത്തു. ഇനി ഇത് നന്നായിട്ട് ഒരുക്കി കണ്ടിച്ച് വെക്കണം, അരിഞ്ഞരിഞ്ഞ് വെക്കണം. വേണ്ട കണ്ണ് ചെറുതായിട്ട് നീറാൻ തുടങ്ങി. നിങ്ങൾ കണ്ടില്ലേ? എന്നാലും സായമില്ല, കളരില്ല. കണ്ടോ, ഇതുപോലെ കുണാന്ന് അരിഞ്ഞ് വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് എന്ത് ചെയ്യണം? കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ട് നന്നായിട്ട് നേരിടണം. അതിൻ്റെ കൂടെ വിനാഗിരിയും കൂടെ ഇടണം. വിനാഗിരി അല്ല, വിനീഗർ. ഈ വിനീഗറും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഞെരടണം. മുളകും കൂടി ഇടണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഉപ്പും സലാബയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഞെരടി അതിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? നമ്മുടെ സലാബ ചള്ളാസ് റെഡിയായിട്ടുണ്ട്. അപ്പം നിങ്ങളിത് മീൻ കറിയുടെ കൂടെ, ചിക്കൻ കറിയുടെ കൂടെ, ബീഫ് കറിയുടെ കൂടെ സൈഡായിട്ട് ഇത് കഴിക്കാമെന്നാട്ടോ കേട്ടോ. നിങ്ങളപ്പോൾ വീട്ടിലെ ഹീറോ ആയിട്ട് കാണും. പിന്നെ ഇവിടെ അപ്പടി ചൂടാന്നേ, എന്നാ ചെയ്യാനാ? പിന്നെ എന്തേലുമൊക്കെ പണി വേണ്ടേന്നോത്ത് ഞാൻ ചെയ്തതാ. പിന്നെ ഷെഫ് ഡെന്നിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. നിങ്ങളപ്പോൾ ഇരുന്ന് കഴിച്ചു നോക്കിക്കേ. കുഞ്ഞു കാര്യമാണേലും വലിയ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്യണേ.